നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസിന് തുടക്കമാവുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. രണ്ട് ടീമായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ വേൾഡ് കപ്പിന് ശേഷം രോഹിത് ശർമ്മയും കോഹ്ലിയും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുമായിട്ട് T20 ഏകദിനം ഈ രണ്ട് ഫോർമാറ്റും അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ടെസ്റ്റ് സീരീസ് ആണ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങളെല്ലാം തന്നെ മടങ്ങി വന്നു. പക്ഷേ ഋതുരാജിനെ പരിക്കാണ്. അതുപോലെ ഇഷാൻ കിഷനും ടെസ്റ്റിൽ നിന്ന് പിന്മാറി. ഇന്ത്യക്ക് ഒരു പുതിയ താരത്തെ ആവശ്യമാണ്. സഞ്ജു സാംസണിനെ ചിലപ്പോൾ എടുത്തേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യ പ്രാക്ടീസ് മാച്ചിൽ അടിച്ചു കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തത് രോഹിത് ശർമ്മയാണ്. വേൾഡ് കപ്പിന് ശേഷമുള്ള രോഹിത്തിന്റെ ഒരു തിരിച്ചറിവായിരുന്നു ഇന്നത്തെ മാച്ച്. അതുപോലെ കോഹ്ലിയും തകർത്തടിച്ചു. ഇന്ത്യയുടെ കളി കണ്ട് സൗത്ത് ആഫ്രിക്ക പേടിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റിൽ ഇന്ത്യക്ക് പരമ്പര നേടാൻ സാധിച്ചാൽ അത് ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ്. കാരണം കളി നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിലാണ്. അവിടെ പോയിട്ട് ഒരു ടെസ്റ്റ് പരമ്പര നേടുന്നത് ചെറിയ കാര്യമല്ല. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഉച്ചയ്ക്ക് 1:30 മാച്ച് ആരംഭിക്കുന്നത്. രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഇന്നത്തെ മാച്ചിലും അവർ തന്നെയാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രോഹിത്തും കോഹ്ലിയും മികച്ച ഫോമിലാണെന്നാണ് ഇന്നത്തെ കളി ചൂണ്ടിക്കാണിക്കുന്നത്. വേൾഡ് കപ്പിന് ശേഷം രോഹിത്ത് ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടില്ല. ഈ ഒരു ടെസ്റ്റിൽ ഇന്ത്യയുടെ കീപ്പർ അത് രാഹുലായിരിക്കും. മികച്ച ഒരു താരനിരയുമായിട്ടാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റിന് ഇറങ്ങാൻ പോകുന്നത്. സൗത്ത് ആഫ്രിക്കൻ ടീമിലും നല്ല കളിക്കാരുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള T20 സീരീസാണ്. രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തിയതിൽ ആരാധകർ ആവേശത്തിലാണ്. ഒരുപക്ഷെ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം കോഹ്ലി വേൾഡ് കപ്പിൽ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതേ ഫോമിൽ തന്നെയാണ് കോഹ്ലി ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.